കേരളത്തിലെ IT പാർക്കുകളെ ലോകമെങ്ങും എവിടെ പോയാലും ടെക്നോ പാർക്കിനെ മറ്റുപറ്റി അറിയാം. അവരിതൊരു ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഇൻഫ്രാസ്ട്രക്ചറാണ് ടെക്നോ പാർക്ക് എന്നുള്ളത് അവർ വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിൽ പാർക്കിന്റെ സ്ഥാനം എന്നും ഒരു പടി മുന്നിലാണ്. ഇതിനായി വഴിതെളിച്ചത് വിജയപാതയിൽ മികവിന്റെ ദീപശിഖ കയ്യിലുള്ള ഒരു കൂട്ടം കമ്പനികളും അവരുടെ വിജയതന്ത്രങ്ങളും മാത്രമാണ്. വിജയത്തിൻ്റേത് എന്നും കുറുക്കുവഴികളില്ലാത്ത നേർരേഖകളാണെന്ന് ഈ കമ്പനികൾ നമ്മെ പഠിപ്പിക്കുന്നു. TCS, ടാറ്റ ലെക്സി, UST ഗ്ലോബൽസ്, സൺടെക്, ഇൻഫോസിസ്, IBS, നാവിഗന്റ് എന്നിങ്ങനെ നീളുന്നു പാർക്കിലെ വമ്പൻ കോർപ്പറേറ്റ് കമ്പനികളുടെ ശ്രേണി. ശക്തമായ നേതൃനിരയും മാറുന്ന ലോകത്തിന് പുതുമകൾ കാട്ടിക്കൊടുക്കാൻ എന്നും അവർക്കൊപ്പം നിൽക്കുന്ന 10,000-കണക്കിന് ജീവനക്കാരുമാണ് ഇറ്റ് ഈസ് IT എന്ന നമ്മുടെ ഈ പരിപാടിയുടെ കേന്ദ്ര കഥാപാത്രങ്ങൾ. ഇന്ത്യയിലെ വൻകിട കമ്പനികൾ വർഷങ്ങളായി കേരളത്തിലെ IT പാർക്കിനൊപ്പമുണ്ട്. ഈ കമ്പനികൾക്കൊപ്പം ടെക്നോ പാർക്ക് വളർന്നു. അവർ കൂടുതൽ ഭൂമി ഏറ്റെടുത്തു. മുറികളായും കെട്ടിടങ്ങളായും അവർ സ്ഥാനം പിടിച്ചു. സെസ് മുഖേനയും പാർക്കിൻ്റെ സ്ഥലങ്ങൾ പാട്ടത്തിനെടുത്തും അവർ സ്വന്തം കെട്ടിടങ്ങൾ നിർമ്മിച്ചു. 1994 പ്രാരംഭഘട്ടത്തിൽ നിന്ന് 2017 എത്തി നിൽക്കുമ്പോൾ പാർക്ക് അതിൻ്റെ 3ാം ഘട്ടം പൂർത്തിയാക്കി. ടെക്നോസിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനവും ആരംഭിച്ചിരിക്കുന്നു. വിവരസാങ്കേതിക വിദ്യ മേഖലയിൽ കേരളം എന്നും മുൻപന്തിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ IT പാർക്കായ ടെക്നോ പാർക്ക് തിരുവനന്തപുരത്ത് വരുന്നത് 25 വർഷങ്ങൾക്ക് മുമ്പാണ്. അതിനുശേഷം നമ്മൾ ഹബ് ആൻഡ് സ്പോക്ക് മോഡലിലൂടെ കൊച്ചിയിലും കാലിക്കറ്റിലും നമ്മൾ വികസിച്ചു. ടെക്നോ പാർക്കും ഇൻഫോ പാർക്കും സൈബർ പാർക്കും ഇന്ന് പ്രാവർത്തികമാണ്. ഈ 3 IT പാർക്കുകളിലായി ഇന്ന് ഏതാണ്ട് 600-ൽ പരം IT കമ്പനികളുണ്ട്. അതിലൂടെ നമുക്ക് 1 ലക്ഷത്തിൽ പരം ഡയറക്റ്റ് IT തൊഴിൽ ഉൽപ്പാദിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട്. 3 IT പാർക്കുകളിലായി, അതായത് ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക്, സൈബർ പാർക്ക്, അതിലൂടെ നമുക്കിന്ന് 600-ൽ പരം IT കമ്പനികളും ഏതാണ്ട് 1 ലക്ഷത്തിന് മുകളിൽ ഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റും ഇന്ന് സാധ്യമായിട്ടുണ്ട്. ടോട്ടൽ IT വികസനത്തിൽ ഇന്ന് കേരളത്തിന് 10,000 കോടിയിലധികം സോഫ്റ്റ്വെയർ എക്സ്പോർട്സാണ് നമുക്കിന്നുള്ളത്. അതും വരും വർഷങ്ങളിൽ വളരെയധികം നല്ല രീതിയിൽ തന്നെ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യയിലെ സോഫ്റ്റ്വെയർ എക്സ്പോർട്സ് ഒരു ഓവറോൾ പിക്ചർ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ സർവീസ് സെക്ടർ ഇന്ന് ഏതാണ്ട് 65% കൂടുതലാണ് ഇന്ത്യയുടെ GDP. അതിൻ്റെ ഏതാണ്ട് 18% IT എനേബിൾഡ് സർവീസസിൽ നിന്നാണ് വരുന്നത്. ടോട്ടൽ ഇന്ത്യയുടെ IT എക്സ്പോർട്സ് മറ്റും നോക്കുകയാണെങ്കിൽ ഏതാണ്ട് $150 ബില്യൺ
$ആണ് ഇന്ന് ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ കയറ്റുമതി. ഇതിലൂടെ നമുക്ക് ഏതാണ്ട് 50 ലക്ഷത്തോളം ഡയറക്റ്റ് തൊഴിലും ഏതാണ്ട് 3 മടങ്ങ് ഇൻഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റും ഇന്ന് സാധ്യമാണ്. മാറ്റങ്ങളുടെ പുത്തൻ സാധ്യതകൾ തിരയുകയാണ് ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക്, സൈബർ പാർക്ക് എന്നീ പാർക്കുകൾ. വളർച്ചയുടെ പല ഘട്ടങ്ങളിൽ വളരെ സൂക്ഷ്മമായ മുന്നേറ്റമാണ് കേരളത്തിൻ്റെ IT മേഖല മുന്നോട്ട് വയ്ക്കുന്നത്. കേരളം മാത്രമായി എടുത്താൽ 10,000 കോടിയിലധികം രൂപയുടെ സോഫ്റ്റ്വെയർ കയറ്റുമതി നടക്കുന്നുണ്ട്. അത് വരും വർഷങ്ങളിൽ വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് IT മേഖല. മാറ്റത്തിനനുസൃതമായി മുന്നോട്ട് നീങ്ങാനുള്ള തീരുമാനത്തിലാണ് കേരളം. IT-യുടെ ഡെവലപ്മെൻറ്റ്സിൽ വരും വർഷങ്ങളിൽ ഇൻഫ്രാസ്ട്രക്ചർ മാത്രമല്ലായിരിക്കും ഒരു ഊന്നൽ നൽകുക. ഇതുവരെ നമുക്ക് ഏതാണ്ട് 20 ലക്ഷത്തോളം സ്ക്വയർ ഫീറ്റ് IT ബിൽറ്റപ്പ് നമുക്കുണ്ട്. അതിലൂടെയാണ് നമുക്ക് 600 കമ്പനികളും 1 ലക്ഷത്തിൽ പരം തൊഴിലും ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചത്. എന്നാൽ വരും വർഷങ്ങളിൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഡെവലപ്മെൻറ്റ് ഡെഫിനറ്റ്ലി നമ്മളൊരു ഫോക്കസ് ആയിരിക്കും. ഗവൺമെൻറ് തന്നെ പറഞ്ഞിട്ടുണ്ട് 1 കോടി IT ബിൽട്ടപ്പ് അടുത്ത 5 വർഷങ്ങളിൽ ഉണ്ടാകും എന്നുള്ളത്. അതിലൂടെ നമുക്ക് ഇന്നുള്ള തൊഴിൽ സാധ്യതയുടെ ഏതാണ്ട് ഇരട്ടിയോളം അതാക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് നിശ്ചയമായും നമുക്ക് പറയാൻ സാധിക്കും. അതോടൊപ്പം നമുക്ക് മറ്റ് പാർക്കുകളുടെ വികസനം കൂടെ നമ്മൾ ഡെഫിനറ്റ്ലി മുന്നിൽ കാണുന്നുണ്ട്. ടെക്നോ പാർക്ക് എന്ന പ്രസ്ഥാനം പ്രവർത്തന സജ്ജമായത് എല്ലാ സൗകര്യങ്ങളും ഒരു കുടക്കീഴിൽ എന്ന ആശയവും പേറിയാണ്. തൊഴിലവസരങ്ങളോടൊപ്പം ജീവനക്കാരുടെ അത്യാവശ്യങ്ങൾക്കും പാർക്ക് മുൻഗണന നൽകിയിരുന്നു എന്നതാണ് സത്യം. ചെറുതും വലുതുമായ ഒട്ടേറെ കമ്പനികൾ പാർക്കിലുണ്ട്. അതിനാൽ തന്നെ അവർക്ക് ഇടയ്ക്കിടെ നടത്തേണ്ടി വരുന്ന ചർച്ചകൾക്കും സെമിനാറുകൾക്കുമായി സമ്മേളന മുറികൾ, ചെറുതും വലുതുമായ ബോർഡ് റൂമുകൾ, പല വലിപ്പത്തിലുള്ള ഹാളുകൾ, വീഡിയോ വാൾ, ഓപ്പൺ ഓഡിറ്റോറിയം തുടങ്ങിയവയും പാർക്കിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ഗസ്റ്റ് ഹൗസുകൾ, ഫുഡ് കോർട്ട്സ് എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന നിരവധി ഭക്ഷണശാലകൾ, ക്ലബ് ഹൗസ്, ടെന്നീസ് കോർട്ട്, ഹോസ്പിറ്റൽ എന്നിവയ്ക്ക് പുറമെ പോസ്റ്റ് ഓഫീസും ഇന്ത്യയിലെ പ്രമുഖ ബാങ്കുകളുടെ ശാഖകളും പാർക്കിനുള്ളിൽ പ്രവർത്തിച്ചു പോന്നു. ഇൻഫോ പാർക്ക്, ടെക്നോ പാർക്ക് ആൻഡ് സൈബർ പാർക്ക് 3 പാർക്കിൽ നോക്കുകയാണെങ്കിൽ ആദ്യം ഊന്നൽ നൽകുന്നത് നമ്മൾ ടെക്നോ പാർക്കിലെ ടെക്നോ സിറ്റി ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ്. ടെക്നോ പാർക്കിൽ ഇന്ന് ഫേസ് 1, ഫേസ് 2, ഫേസ് 3 ഏതാണ്ട് 365 കമ്പനികളും 56,000 എംപ്ലോയീസും വർക്ക് ചെയ്യുന്നുണ്ട്. ടെക്നോ പാർക്ക് ഫേസ് 3 ഇന്ന് പുതിയ ബിൽഡിങ്ങിൻ്റെ സ്പേസ് ഓൾമോസ്റ്റ് ഓൾ സോൾഡ് ഔട്ടാണ്. അത് കഴിഞ്ഞ് നമ്മുടെ പുതിയ വികസനം നമ്മൾ ആരംഭിക്കുന്നത് ടെക്നോ സിറ്റിയിൽ നിന്നാണ്.
ടെക്നോ സിറ്റിയിൽ നമുക്ക് ഏതാണ്ട് 400 ഏക്കർ നമുക്ക് നൽകിയിട്ടുണ്ട്. അത് നോളജ് സിറ്റിയും ടെക്നോ സിറ്റിയുമായി നമ്മൾ ഡെവലപ്പ് ചെയ്യാനാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. അതിൽ ടെക്നോ സിറ്റിയിൽ ഇപ്പോൾ ഉടനെ തന്നെ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞു. ടെക്നോ സിറ്റിയിൽ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ് ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ കോ ഡെവലപ്പേഴ്സായിട്ട് TCSും സൺടെക്കും അവരുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ടെക്നോ സിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ റോഡ്, പവർ സ്റ്റേഷൻ, കോമ്പൗണ്ട് വാൾ, വാട്ടർ ലൈൻസ് എല്ലാം ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. അതോടൊപ്പം സർക്കാരിൻ്റെ പുതിയ IT ബിൽഡിങ്ങിൻ്റെ രൂപരേഖയും ആയിക്കഴിഞ്ഞു. അത് ഉടനെ തന്നെ നമുക്ക് പണി ആരംഭിക്കുന്നതാണ്. വിതിൻ 2 ഇയേഴ്സ് നമുക്ക് പുതിയ ഒരു IT ബിൽഡിംഗ് 2 ലക്ഷം സ്ക്വയർ ഫീറ്റിൻ്റെ പുതിയ IT ബിൽഡിംഗ് ടെക്നോ സിറ്റിയിൽ പ്രാവർത്തികമാക്കുന്നതാണ്. പാർക്കിന്റെ സൗകര്യങ്ങൾ, അവിടുത്തെ ജോലി സാഹചര്യങ്ങൾ അടുത്തറിഞ്ഞാൽ ഏതൊരു വ്യക്തിയും പാർക്കിന്റെ ഭാഗമാകാൻ കൊതിക്കും. പാർക്കിന്റെ പ്രധാന പ്രവേശന കവാടം കടന്നാൽ ഹാർമണി അറ്റ് വർക്ക് തന്നെയാണ് പ്രദാനം ചെയ്യുന്നത്. തൊഴിലവസരങ്ങൾക്കൊപ്പം അനിവാര്യമാണ് തൊഴിൽ സാഹചര്യവും. ക്രിയേറ്റീവ് പ്രൊഫഷണലിസത്തിന് ഇണങ്ങുന്ന തരത്തിലാണ് പാർക്കിന്റെ തൊഴിൽ സാഹചര്യങ്ങളും. പേപ്പർലെസ് ഓഫീസ് എന്ന ഒരു ശൈലി തന്നെ നമുക്ക് പാർക്കിലുടനീളം കാണാൻ കഴിയും. കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി കൗമാരത്തിൻ്റെ ചുറുചുറുക്കും പ്രസരിപ്പും കൈമോശം വരാതെ ജോലിയിൽ പ്രവേശിക്കുന്ന ഓരോരുത്തർക്കും സൗഹൃദത്തിൻ്റെയും ജോലിയുടെയും ആവിഷ്കാരത്തിൻ്റെയും ആഘോഷങ്ങളുടെയും ദിനങ്ങൾ പ്രദാനം ചെയ്യുന്നു. ലോക സാങ്കേതിക മികവിലേക്ക് വാതായനങ്ങൾ തുറക്കുകയാണ് IT പാർക്ക്. ഇവിടെ തൊഴിൽ തർക്കങ്ങളില്ല, സമരങ്ങളില്ല, ബാനറുകളില്ല, മേധാവിത്വ വ്യവസ്ഥയിലുള്ള ഔപചാരികതയുമില്ല. ഇവിടെ പുത്തൻ തലമുറയുടെ ഓജസ്സുറ്റ മുന്നേറ്റം മാത്രം. Hi, my name is Nirish, General Manager of Marketing. Today we have 3 major IT parks across the state in 3 different brands: Technopark in Trivandrum, Infopark in Cochin, Cyberpark in Calicut. It was a strategical decision to differentiate parks region-wise. Over the years, Technopark has evolved as one of the major brands. It has created its own brand equity. Believe me, today Technopark serves as a status of recognition for almost 80% of the companies which falls under SME segment in Technopark. Our business model is to provide IT infrastructure space on lease in terms of IT built up space or land on a long term lease. When it comes to IT built up space, we have 2 options. We have smart business centers, which is nothing but a ready to move in plug and play module, wherein a company can take space and start their operation on the day 1. The second option is a warm shell space, which is nothing but a bare shell, wherein a company can take a space, design their office and do their fit out as per their spec. The second business model is the land lease, where we provide land on a long lease for companies. It can be whether SEZ or a non-SEZ space.
Over the years, state has created an ecosystem wherein a company starting from an incubation stage, starting from a single seater. Today we have companies with 6,000 employee base and still it's growing. Why Kerala? This is a big question which we are addressing. Our unique selling proposition is cost competitiveness. Kerala across the state has got an edge on the low operation cost. Across the state, comparing tier 2 cities, Kerala has got the least cost of operation. Today, companies are looking at optimizing their cost. Kerala has got an edge on the low operation cost, wherein this is a big advantage for any IT companies to move into Kerala. And the second big advantage is the large availability of talent pools. We have almost 40,000 engineering graduates who are passing out every year. That is one of our strengths. Next important feature is we have an excellent digital connectivity. We have safe submarine cables and Alcatel optical network fibers which is connecting in Trivandrum and Cochin directly. One of the major advantages, Technopark has got an in-house power distribution. Being a licensee for KSEB, we could provide a subsidized power tariff. We have a robust infrastructure with supporting facilities and amenities like clubhouse, gym, swimming pool, crush, guest house facilities, convention center, food court, restaurant, halls, amphitheaters and all. Currently, Technopark holds 760 acres of land with 9.3 million